ഹായ് നമസ്കാരം, വെൽക്കം ടു ശാലിനീസ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പാപ്പുട്ടാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. തരി എടുത്തിരിക്കുകയാണ്, പാപ്പുട്ട് തരി. ഇത് കുറച്ച് നേരമായി വെള്ളത്തിട്ട് വെച്ചിട്ട് 2 ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കുക. ചരുവി എടുക്കുന്നതാണ്, ഞാൻ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ പൊടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ഇതിന് നമ്മുടെ ചെറുതായി ഇഡ്ഡലി പാത്രത്തിൻ്റെ പ്ലേറ്റിൽ വയ്ക്കുകയാണ്. കുറച്ച് അരി, ഇത് കുറച്ച് വെള്ളവും, ഇത്രയും മതി. അപ്പം ഇപ്പോൾ എല്ലാം പ്ലേറ്റ് ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ അരി കുതിരാനിടുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുതിർത്ത് വെക്കുന്നതാണ്. അപ്പോൾ നല്ല ഉണ്ടാവും, പെട്ടെന്ന് വേവും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഇതിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് വേകാൻ വയ്ക്കാം. വേകാൻ വേണ്ടിയിട്ട് തട്ടയെല്ലാം അടുക്കി വെച്ചൊന്ന് കുക്കറിൽ വെച്ച് കൊടുക്കാം. ചേക്കലത്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞങ്ങളിത് കുക്കറിലാണ് വെക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി കുറച്ച് നേരം ഇത് വേഗം വയ്ക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളൊന്ന് ലോക്ക് ചെയ്ത് അത് നമുക്ക് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ കുക്കറിൽ വെള്ളം തിളച്ചുകൊണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തട്ടയിൽ കുറച്ച് മതി വെള്ളം, കൂടുതൽ വേണ്ട, അല്ലെങ്കിൽ വെള്ളം തിളച്ച് ഇതിൻ്റെ മുകളിൽ കയറും. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇറക്കി വയ്ക്കുക. നമ്മൾ ഇറക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക, ആവി പോകാത്ത പോലെ. കുറച്ച് നേരം കഴിയുമ്പോൾ അത് വേകും. പാപ്പുട്ട് റെഡി ആണോ എന്ന് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. നമുക്ക് കുറച്ച് നേരം ഇത് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ പുട്ടൊക്കെ റെഡിയായി. നമുക്കിത് കട്ടാക്കി പ്ലേറ്റിലോട്ട് മാറ്റാം. പാപ്പുട്ടിപ്പോൾ കട്ടാക്കി എടുക്കാം. നമുക്കിതിന് 4 കഷ്ണമാക്കിയാൽ മതി. കുറച്ച് ചൂടാണത്. ഇപ്പോൾ തണുക്കാൻ വെച്ചാൽ കയ്യിൽ തന്നെ എടുക്കാൻ പറ്റുന്നത്. ഈ രീതി കട്ടാക്കി എടുക്കുകയല്ല. ഇതെല്ലാം പാത്രത്തിൽ മാറ്റി വയ്ക്കുക. കട്ടാക്കിയിട്ട് ഈ രീതി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമ്മളിത് കുറച്ച് നേരം വെള്ളത്തിട്ട് വയ്ക്കുന്നതല്ലേ, കുതിർന്നിട്ടുണ്ടാവും, നല്ലോണം വേവും. അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുത്തില്ല, അത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ മുകളിൽ നിൽക്കും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുട്ടിവിടെ വെന്തോ നോക്കാം നമുക്ക്. ഒരു സ്പൂണ് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് ഒട്ടില്ല. ഇതിൻ്റെ തരിയാണ്. റെഡി ആയിരിക്കുകയാണ്. പാപ്പുട്ടാണ് ഇത്, കൂർക്കത്തരി പുട്ടാണ്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് നല്ല ഉണ്ടോ കഴിക്കാൻ, സൂപ്പറാണ് കഴിക്കാൻ. നമ്മളിത് ഇറച്ചിൻ്റെ കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയാക്കി എൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇവിടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. പാപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇറച്ചിൻ്റെ കൂടെ കഴിക്കാൻ. കടലക്കറീൻ്റെ കൂടെയും കഴിക്കാം. ടേസ്റ്റ് ഇറച്ചിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. പാപ്പുട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.